പതിവിലും നേരത്തെ ഇന്ന് ജോലി കഴിഞ്ഞിറങ്ങി. മോനിക്കുട്ടനും മുത്തുമൊക്കെ എൻ്റെ കൂടെയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവാണ്. ഞാൻ പറയാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരിൽ പലർക്കും അതെവിടേക്കാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഏറിയ പങ്കും ഞാൻ ഓടിക്കളിച്ച് നടന്നൊരു പള്ളിമുറ്റമാണിത്. ഇന്നിവിടെ എത്തുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മണ്ണിൽ മാത്രമല്ല, മനസ്സിലും വല്ലാത്ത പെയ്ത്ത് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ തവണയും നമ്മളിവിടെ വന്ന് മേടയിൽ നിന്ന് സെമിത്തേരിയുടെ ചാവി വാങ്ങിച്ച് പപ്പയുടെ സെമിത്തേരിയിലേക്ക് പോകാറാണ് പതിവ്. പക്ഷേ ഇത്തവണ അങ്ങനെയായിരുന്നില്ല. ഞങ്ങൾ സെമിത്തേരിയുടെ ചാവിയൊക്കെ വാങ്ങിച്ചിറങ്ങുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഒരുപാട് വർഷങ്ങളായി പള്ളിക്കകമൊക്കെ ഒന്ന് കണ്ടിട്ടെന്ന്. അപ്പോൾ തന്നെ അച്ഛൻ പള്ളിയുടെ ചാവി എടുത്ത് കയ്യിൽ തന്നു. കതക് തുറന്ന് പള്ളിക്കകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോന്ന്. നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആ അൾത്താരയുടെ മുമ്പിൽ എത്തുന്നത്. അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുന്നത് പോലെ തോന്നി. സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞ കുറേ ഓർമ്മകൾ ആ കുറച്ച് സമയം കൊണ്ട് മനസ്സിലൊരു ഓട്ടപ്രദക്ഷിണം നടത്തുകയായിരുന്നു. പപ്പയുടെ കയ്യും പിടിച്ച് ആ പള്ളിമുറ്റത്ത് കുർബാന കൂടാൻ വരുന്നതും സൺഡേ സ്കൂളും അവധിക്കാലത്തെ ബൈബിൾ പഠനവും അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ഓർമ്മകൾ ആ ഒരു കുറച്ച് സമയം കൊണ്ട് എന്നിലൂടെ കടന്നുപോയി എന്ന് വേണം പറയാൻ. അങ്ങനെ പള്ളിയിൽ നിന്നിറങ്ങി നമ്മൾ പൂക്കളൊക്കെ കൊണ്ടുവന്നത് ഇവിടത്തേക്കാണ് കേട്ടോ. 27 വർഷങ്ങളായി പപ്പ ഈ മണ്ണിൽ ഉറങ്ങുകയാണ്. ഇന്ന് പപ്പയുടെ ഓർമ്മയായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടിയും കുഞ്ഞോനും കൂക്കുമൊക്കെ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചാവി കൊണ്ടുവന്ന് സെമിത്തേരി തുറന്ന് ഇവിടെയെല്ലാം വൃത്തിയാക്കാനുണ്ടായിരുന്നു. മൊത്തം കാട് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. മഴ ചന്നം ഭിന്നം പെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും വൃത്തിയാക്കലൊന്നും നടന്നില്ല. നല്ല വെയിലുള്ള സമയത്ത് വന്ന് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയിടണം. ഈ സെമിത്തേരി കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇന്ന് പപ്പ വളരെ ഹാപ്പി ആയിരിക്കും, 4 കൊച്ചുമക്കളെയും കണ്ടതിൻ്റെ സന്തോഷത്തിൽ, അത് ഉറപ്പാണ്. പിന്നെ മോനുകുട്ടനെയും മുത്തിനെയും ഞാൻ അവിടെ ഒരു കല്ലറയിൽ ഒരു പൂ വെച്ച് തിരി കത്തിക്കാൻ പറഞ്ഞു വിട്ടതാണ് കേട്ടോ. അവരുടെ രണ്ടിൻ്റെയും അമ്മച്ചിയുടെ അമ്മയുടെ കല്ലറയാണത്. ചെന്ന് കയറിയ കാലം മുതലേ അമ്മച്ചിക്ക് അത്ര വലിയ താല്പര്യമൊന്നും എന്നോടില്ല. മുത്തിനോടും അങ്ങനെ തന്നെയായിരുന്നു. മോനുകുട്ടനെ ഞാൻ 8 മാസം ഗർഭിണിയായിട്ടിരുന്നപ്പോഴാണ് അമ്മച്ചി മരിക്കുന്നത്. എന്തായാലും അവർക്ക് അവിടെ ഒരു തിരിവയ്ക്കാനുള്ള നിയോഗം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് നടക്കട്ടെ. പിന്നെ നമ്മൾ സെമിത്തേരിയിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ചാവി കൊണ്ട് മേടയിൽ കൊടുത്തിട്ട് ഇനിയും വീട്ടിലോട്ട് പോവാണേ.